രാവിലെ ഒരു നേരത്തെ നീച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ 10-10 ആകുമ്പോഴത്തേനും എല്ലാ പണികളും കഴിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. രാവിലെ ഒരു 7 മണിയാകുമ്പോഴാണ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ അടിക്കലും തുടക്കലും അങ്ങോട്ട് കഴിച്ചേക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായൻ്റെ കടി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് ഉണ്ടായിരുന്നത്. ദോശ എന്ന് പറയുമ്പോൾ തലേ ദിവസം പച്ചരി കുതിർത്തിട്ടിട്ട് അപ്പം അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അത് 2-3 ചുട്ടെടുത്തതിന് ശേഷം ബാക്കി ഉമ്മ ചുടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം വെക്കാനുള്ള കലം മോറിയെടുത്തു കേട്ടോ. അതിന് ശേഷം നേരെ പോയിട്ട് വെള്ളം കൂടി കോരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മോരുകറിയും അതുപോലെ തന്നെ കൂർക്കുപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഉടക്കലാണ്. കുറേ നേരം ട്രൈ ആക്കിയിട്ടും തേങ്ങ അങ്ങോട്ട് ഉടയണില്ല. അപ്പോൾ ഉമ്മ അത് പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തേങ്ങ ഒക്കെ ചിരവി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് തുണികൾ സോപ്പും പൊടിയുടെ വെള്ളത്തിൽ മുക്കി വെക്കാൻ വന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം തിളക്കുന്നുണ്ടായിരുന്നു. അത് തിളക്കൽ കണ്ടോക്കി നോക്കുമ്പോൾ നേരെ അരി ഇട്ടിട്ട് അരി ഒന്ന് വാഷ് ചെയ്തു. എന്താ ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഒരു അരിയിലോട്ട് ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കും ഗ്യാസും വെച്ചിട്ട്. എന്നിട്ട് നേരെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് ഒന്നുകൂടി കഴുകിയിട്ടുണ്ടായിരുന്നു. അരി ചൂടുവെള്ളത്തിൽ കഴുകിയാൽ ഒന്നും കൂടി നീറ്റാവണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ കഴിച്ച് വെച്ചിട്ട് വെള്ളം കൂടി അതിൽ മുക്കി വെച്ചിട്ട് നേരെ ഗ്യാസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് കേട്ടോ തുണികൾ അതിൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉണക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ അതും കൂടി ഉണക്കിയിടലാണ് കേട്ടോ. പിന്നെ എൻ്റെ വേഷമൊന്നും നോക്കണ്ട, ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ അധികം വേഷം ഉണ്ടാവല്. അപ്പോൾ അതും കൂടി കഴിച്ച് വെച്ചിട്ട് നേരെ എന്ത് ചെയ്തു, കൂർക്ക നന്നാക്കാൻ നിന്നു. ഞാനും വലിയമ്മയും കൂടിയിട്ടാണ് കൂർക്ക നന്നാക്കാൻ നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, ഈ ഒരു കൂർക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം എടുത്തിട്ട് ഉണ്ടാവും ഈ കൂർക്ക നേരാക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ 10 മണിയായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ബൈ.